ഗുരുവായൂരമ്പലം എന്ന് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് അന്നൊന്നും ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല. എൻ്റെ അപ്പൂപ്പൻ എല്ലാ മാസവും 1-ാം തീയതി അച്ഛൻ്റെ അച്ഛൻ അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വന്നിട്ട് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൂപ്പൻ കൊണ്ടുവരുന്ന കളപ്പമുണ്ട്. ഇവിടുത്തെ കളപ്പത്തിൻ്റെ ഒരു പ്രത്യേക സുഗന്ധമാണ്. ആ കളപ്പവും പിന്നെ ഉണ്ണിയപ്പവും. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ മാസവും അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഈ ഗുരുവായൂരമ്പലം വല്ലാത്തൊരു ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കോളേജിലെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങനെ പോയി. പിന്നെ വിവാഹത്തിന് ശേഷമാണ് ഗുരുവായൂരമ്പലത്തിനെ കുറിച്ച് കൂടുതൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം മനസ്സിലേക്ക് തോന്നുന്നത്. കാരണം വൈഫ് ഭയങ്കരമായ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭഗവാന്റെ ഡിവോട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഇതിനോടൊരു താല്പര്യം തോന്നുന്നത്. എൻ്റെ കല്യാണം ശരിക്കും ഞങ്ങൾ ഇവിടെ വെച്ച് താലി കെട്ടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നടന്നില്ല. എൻ്റെ കുടുംബത്തിലൊരു മരണമായിട്ട് ബന്ധപ്പെട്ടാൽ നടന്നില്ല. പിന്നെ വിവാഹത്തിന് ശേഷം ഞാനിവിടെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ട്. ഭക്തിക്ക് അപ്പുറത്തേക്ക് വന്നാവുന്ന ഒരു പോസിറ്റീവ് എനർജി ഇതെല്ലാ സ്പേസിലും എല്ലായിടത്തും കിട്ടണമെന്നില്ല. അപ്പോൾ എപ്പോൾ വന്നാലും ഇവിടെ എപ്പോഴും ഭയങ്കര ഒരുപാട് ആളുകളും തിരക്കും, ഭയങ്കര പ്ലസൻ്റ് ആണ്. ആളുകളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആളുകൾ ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നു. അവർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളും പറയാനായിരിക്കും അവർ ചിലപ്പോൾ വരുന്നത്. പക്ഷെ ആ വരുമ്പോൾ പോലും അവർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. പിന്നെ നമ്മൾ എത്ര സമയം വേണം നമുക്കിവിടെ ഇരുന്നാലും ഒരിക്കലും നമുക്ക് മുഷിയത്തില്ല, ബോറടിക്കത്തില്ല. അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്പേസാണിത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം കണ്ടിന്യൂസ്ലി എല്ലാ മാസവും മിക്കവാറും വരാറുണ്ട്. ഞാനും കുടുംബമായിട്ടാണ് വരുന്നത്, മക്കളുമൊക്കെ ആയിട്ട് വരാറുണ്ട്. അവർക്കൊക്കെ വല്ലാത്തൊരു ഇഷ്ടമുള്ളൊരു ഇടമാണ്. എന്തെങ്കിലും ഭഗവാന്റെ ഒരു അനുഭവം ഞങ്ങളെ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം എടുത്തു പറയാവുന്നതൊന്നുമില്ല. പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതി നമുക്ക് ഒരുപാട് തവണ നമ്മൾ വളരെ ക്രൂഷ്യൽ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും വീണ് പോകാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ചിലപ്പം ഒരു സ്പിരിച്വൽ പവർ നമ്മളെ നയിക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതുകൊണ്ട് എനിക്കത് കിട്ടി എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ വീഴാതിരിക്കാൻ, വീണ് പോകാതെ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടുത്തെ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. സിനിമ പുതിയത് ഉർവശിയുടെ ഒരു സിനിമ വരാനുണ്ട്. ഉർവശി പ്രൊഡ്യൂസ് ചെയ്ത് ഉർവശി നായികയായിട്ട് അഭിനയിക്കുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്ത സിനിമ എൽ ജഗതമാണ്. അതാണിപ്പോൾ റീസെൻ്റ്ലി വരാൻ പോകുന്നത്. ഗംഭീരമായിട്ട് ആ വേഷം എങ്ങനെ അധികത്തി? അല്ല, സിനിമ ഞാൻ എപ്പോഴും അങ്ങനെ സജീവമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളൊന്നുമില്ല. സിനിമയുടെ പുറകെ ഇങ്ങനെ അങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരാളൊന്നുമില്ല. ഞാൻ ബേസിക്കലി പഠിച്ചതൊക്കെ തിയേറ്ററാണ്. സ്കൂൾ ഓഫ് ഡ്രാമ, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നാടകമാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ യാദൃച്ഛികമായി സിനിമയും സീരിയലും ഒക്കെ വന്ന് വീഴുന്നതാണ്. പിന്നെ എന്നിലേക്ക് വരുന്ന വർക്കുകളൊന്നും ഞാൻ നിരസിക്കാറില്ല. അതിപ്പം വലിയ വർക്കാണോ ചെറിയ വർക്കാണോ, ചെറിയ ക്യാരക്ടറാണോ, സീരിയലാണോ, സിനിമയാണോ, ഒന്നും നോക്കാറില്ല. ഒരു നടനെന്ന നിലയ്ക്ക് നമ്മുടെ ധർമ്മം നടിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കാമെന്ന് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അത്രേ പോകുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ നാടകങ്ങളിലാണ്. നാടകങ്ങൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്. പുതിയ നാടകങ്ങളെ കുറിച്ചുള്ള ചില റിഹേഴ്സലും കാര്യങ്ങളും ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വളരെ സന്തോഷം. കിഷ്കിന്ധകാണ്ഡത്തിൽ ചേട്ടൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അപ്പോൾ ഓക്കെ ചേട്ടാ, വളരെ സന്തോഷം. താങ്ക് യു. അങ്ങനെ പോണ് ഓക്കെ ആയിട്ടെ. ഓക്കെ താങ്ക് യു.